ഹലോ നമസ്കാരം ചന്ദ്രകണ്ഠ ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ട് സ്വസ്ഥമായിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മളൊരു പിക്കപ്പ് ഫയൽ റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ റീഡിങ്ങിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ ജൂൺ 2026 മികച്ചതാക്കുന്നതിന് നിങ്ങൾക്കുള്ള മാർഗനിർദ്ദേശങ്ങളാണ് ഈ റീഡിങ്ങിൽ നമ്മൾ നോക്കുന്നത്. ഇപ്പം ഇന്നത്തെയും പോലെ 3 ഗ്രൂപ്പുകളാണ് ഉള്ളത്. നിങ്ങൾക്ക് തംബ്നെയിലിൽ 3 ചിത്രങ്ങളുണ്ട്, അല്ലെങ്കിൽ ഈ 3 ഡെക്കുകളുണ്ട്. ഇതിലേതെങ്കിലും ഒരു മീഡിയം യൂസ് ചെയ്ത് ഇൻറ്റ്യൂറ്റീവ്ലി നിങ്ങളുടെ ഗ്രൂപ്പ് തിരഞ്ഞെടുക്കേണ്ടതാണ്. ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ അഥവാ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ 2 ഗ്രൂപ്പിലെയും മെസ്സേജസ് മുഴുവനായി കേൾക്കുക. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന സന്ദേശങ്ങൾ മാത്രം സ്വീകരിക്കാം. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണെന്ന് എപ്പോഴും ഓർക്കണം. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 1ന്റെ റീഡിംഗിലേക്ക് കടക്കുന്നു. നിങ്ങൾ എവിടെ വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് ഇൻറ്റ്യൂറ്റീവ്ലി തിരഞ്ഞെടുക്കുക. ഓക്കെ, ഗ്രൂപ്പ് 1. അപ്പോൾ നിങ്ങൾ തംബ്നെയിലത്തെ ആദ്യത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ എന്താണെന്ന് നോക്കാം. ഓക്കെ, നിങ്ങൾ എന്ത് മാനിഫെസ്റ്റ് ചെയ്യുന്നു, ഏത് എനർജിയിൽ നിന്ന് മാനിഫെസ്റ്റ് ചെയ്യുന്നു, അതാണ് നിങ്ങൾ അട്രാക്ട് ചെയ്യുക. ഓക്കെ, അത് മനസ്സിൽ എപ്പോഴും വെക്കുക. അപ്പോൾ നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത്, ഏത് എനർജിയിൽ നിന്നാണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത്, അതാണ് നിങ്ങൾ ജൂൺ മാസത്തിൽ അട്രാക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളോട് പറയുന്നത് സ്പെസിഫിക്കലി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാനിഫെസ്റ്റേഷൻ ഉണ്ടെങ്കിൽ അത് ഏറ്റവും പോസിറ്റീവായി നിന്നുകൊണ്ട്, ഏറ്റവും ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് നിന്നുകൊണ്ട് അതിനു വേണ്ടി പരിശ്രമിക്കാൻ പറയുന്നു ജൂൺ മാസത്തിൽ. കാരണം അത് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നേടിയെടുക്കുന്നതിന് വേണ്ട സഹായങ്ങൾ നിങ്ങൾക്ക് ജൂൺ മാസത്തിൽ തന്നെ പ്രതീക്ഷിക്കാം. അതിനുള്ള സാധ്യത കാണുന്നുണ്ട്. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്നതിലേക്ക് ജൂൺ മാസത്തിൽ തന്നെ നിങ്ങൾക്ക് എത്തിച്ചേരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. പക്ഷെ പ്രൊവൈഡഡ് ഈ ഒരു 6 ഓഫ് പെന്റക്കിൾസ് എനർജി, ഓക്കെ, നിങ്ങൾ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നു അതനുസരിച്ചാണ് റിസൾട്ട്. ഏത് എനർജിയിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത് അതനുസരിച്ചാണ് റിസൾട്ട്. ആ ഒരു കണ്ടീഷൻ ഉണ്ട് എന്ന് മാത്രം. പിന്നെ സപ്പോർട്ടുകൾ വരുമ്പോൾ അതിനെ സ്വീകരിക്കുക. നിങ്ങൾക്ക് ജൂൺ മാസത്തിൽ നിങ്ങൾ എന്തിനൊക്കെ വേണ്ടി പരിശ്രമിക്കുന്നു അവിടെയൊക്കെ നിങ്ങൾക്ക് ആ ഒരു സപ്പോർട്ട്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടുന്ന സപ്പോർട്ടുകൾ, അഡ്വൈസ്, സജഷൻസ് ഒക്കെ നിങ്ങളിലേക്ക് വരുമ്പോൾ അതിനെ സ്വീകരിക്കണം എന്നും കൂടെ യൂണിവേഴ്സ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ ആഗ്രഹങ്ങളെ കുറിച്ച് സമാധാനത്തോടെ വേണം ചിന്തിക്കാൻ. ഓക്കെ, നിങ്ങളുടെ ആഗ്രഹ സബലീകരണത്തിന്റെ എല്ലാ സാധ്യതയും ഞാൻ ജൂൺ മാസത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളിൽ പലർക്കും നിങ്ങളുടെ പല വിഷസ്, ഓക്കെ, ആഗ്രഹങ്ങൾ സബലീകരിക്കുന്ന ഒരു മാസം കൂടിയാണ് ജൂൺ മാസം. ഓക്കെ, ജീവിതത്തിൽ അപ്പോൾ നിങ്ങൾ അതിലൂടെ നിങ്ങളൊരു പോസിറ്റീവായിട്ടുള്ള കുറച്ചും കൂടെ എന്താ പറയുക മനസ്സമാധാനം നിറഞ്ഞ ഒരു ഘട്ടത്തിലേക്ക് നിങ്ങൾ കടക്കുന്നുണ്ട്. ഏസ് ഓഫ് കപ്സും 6 ഓഫ് സോർട്സും അതാണ് കാണിക്കുന്നത്. ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് നിങ്ങൾ കടക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്തൊക്കെയാണോ നിങ്ങളോട് ഉപേക്ഷിക്കാനായിട്ട്, എന്തൊക്കെയാണോ നിങ്ങൾ ഉപേക്ഷിക്കുന്നത്, ആ പുതിയ ചാപ്റ്ററിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ഉപേക്ഷിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് എന്താണെന്ന് വ്യക്തമായിട്ട് അറിയാം. അത് ആ ഒരു ഉപേക്ഷിക്കേണ്ട ഊർജങ്ങളെയും കൊണ്ടല്ല നിങ്ങൾ ഈ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് കടക്കേണ്ടത്. ഓക്കെ, നിങ്ങളെ സംബന്ധിച്ച് വളരെ ഇമോഷണലി ഫുൾഫില്ലിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിരിക്കും ഈ പുതിയ ചാപ്റ്റർ എന്ന് പറയുന്നത്. നിങ്ങളുടെ വിഷ് ഫുൾഫിൽമെന്റ്, ആഗ്രഹ സബലീകരണങ്ങൾ നടന്നിട്ടാണ്, അതിലൂടെയാണ് നിങ്ങൾ പുതിയ ചാപ്റ്ററിലേക്ക് എത്തുന്നത്. നിങ്ങൾ ഒരുപാട് നിങ്ങൾക്ക് ഒരു സംതൃപ്തിയും സന്തോഷമൊക്കെ നിങ്ങൾ അനുഭവിക്കാൻ സാധ്യതയുള്ള ഒരു പുതിയ അധ്യായമാണ് നിങ്ങളുടെ ജീവിതത്തിൽ തുറക്കുന്നത്. അവിടേക്ക് അനാവശ്യമായിട്ടുള്ള ചിന്തകൾ, ഓക്കെ, ചിന്താരീതികൾ, പാറ്റേൺസ്, പ്രത്യേകിച്ച് തോട്ട് റിലേറ്റഡ് പാറ്റേൺസ് ആണ്, അത് കൊണ്ടുവരരുതെന്ന് പറയുന്നു. ഓക്കെ, മാക്സിമം പീസ്ഫുൾ ആയിട്ട് വേണം നിങ്ങൾ ഓരോ ചേഞ്ചസിനെയും സ്വീകരിക്കാൻ. പിന്നെ നിങ്ങളുടെ ഓരോ ആഗ്രഹങ്ങൾ, അത് എത്ര വലുതാണോ ചെറുതാണോ, ആഗ്രഹങ്ങൾ സബലീകരിക്കുമ്പോൾ ഈശ്വരനോട് നന്ദി പറയാൻ മറക്കരുത് എന്ന് പറയുന്നു. ഓരോ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നല്ല മുഹൂർത്തങ്ങൾ, നല്ല അനുഭവങ്ങളിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകാൻ പറയുന്നുണ്ട്. ഒരു സ്റ്റേറ്റ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡിൽ ജൂൺ മാസത്തിൽ മൊത്തമായിരിക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്. ഓക്കെ, പിന്നെ ലവ് റിലേറ്റഡ് മാറ്റേഴ്സിൽ നിങ്ങൾക്ക് ഒരു പ്രപ്പോസൽ ഒക്കെ ഉണ്ടാകാൻ, നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയിൽ നിന്നായിരിക്കാം ഒരു പ്രപ്പോസൽ, ഒരു കൺഫെഷൻ ഒക്കെ കിട്ടാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. ഓക്കെ, ചിലവരെ നിങ്ങളുടെ ഡെസ്റ്റിൻ പാർട്ട്ണറിനെയാണ് ഈ മീറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ സോൾമേറ്റ് ആണ് എന്ന് കാണുന്നു. ഓക്കെ, എന്താ പറയണ്ടേ, യെസ്, ഡിവൈൻ യൂണിയൻ, വാവ്. അപ്പൊ അതിന്റെ എല്ലാ സാധ്യതയുണ്ട്. അപ്പൊ പേഷ്യന്റ്ലി ആയിരിക്കുക. ഓക്കെ, അത് സംഭവിക്കുമ്പോഴും സമാധാനത്തോടെ അതിലൂടെ പോവാം. നമുക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. ഓഫ് കോഴ്സ്, പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഒരു പക്ഷേ യൂണിവേഴ്സിൽ നിന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും, ആ ഒരു സിഗ്നൽ കിട്ടും, ഇതാണ് ആള്, ഇതാണ് നിങ്ങളുടെ ഡെസ്റ്റിൻ പാർട്ട്ണർ, കണ്ടോളൂ എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ എക്സൈറ്റഡ് ആകാൻ സാധ്യതയുണ്ട്. അത് ഓവർ എക്സൈറ്റഡ് ആകാതെ നോക്കണം. നിങ്ങൾക്ക് അണ്ടർ കൺട്രോളിലായിരിക്കണം. നിങ്ങളുടെ ആക്ഷൻസ് ആയിക്കോട്ടെ, നിങ്ങളുടെ തോട്ട്സ് ആയിക്കോട്ടെ, അണ്ടർ കൺട്രോളിലായിരിക്കണം. നിങ്ങൾ വളരെ
ഗ്രൗണ്ടഡ് ആൻഡ് മൈൻഡ്ഫുൾ ആയിരിക്കണം. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും സെൽഫ് കെയർ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ സെൽഫ് ലവ് ജേർണി ഇതോടുകൂടെ അവസാനിക്കാൻ പാടില്ല. അതും കൂടെ നിങ്ങളോട് പറയുന്നു. നിങ്ങളുടെ സെൽഫ് ലവ് ജേർണി കണ്ടിന്യൂ ചെയ്യുക. നിങ്ങളുടെ സെൽഫ് കെയർ ആക്ടിവിറ്റീസ് ഒക്കെ നിങ്ങൾ കൺസിസ്റ്റന്റ്ലി ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താം. നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ സ്വന്തം കമ്പനിയിൽ തന്നെ എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകും. നിങ്ങൾ എത്രത്തോളം അങ്ങനെ എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകുന്നു അത്രത്തോളം ഫാസ്റ്റർ, ഓക്കെ, ഈസിലി ആൻഡ് എഫേർട്ട്ലെസ്ലി നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് എൻ്റർ ചെയ്യുന്നതാണ്. ഇപ്പൊ ജൂൺ മാസത്തിൽ നടക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ആ ഒരു കൺഫെഷൻ അല്ലെങ്കിൽ അവരും നിങ്ങളുമായിട്ടുള്ള ഒരു മീറ്റ് ഈ ഫിസിക്കൽ റിയാലിറ്റിയിൽ, ഓക്കെ, അതിനൊക്കെ ഉള്ള ഒരു സാധ്യത കാണുന്നു. ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ ഇടയിൽ നടക്കാനായിട്ടുള്ള സാധ്യത കാണുന്നു. ഓപ്പൺ ആൻഡ് റിസെപ്റ്റീവ് ആയിരിക്കും അതിനോട്. അതിൽ നിന്ന് ഓടി കളിക്കാനായിട്ട് പാടില്ല, അല്ലെങ്കിൽ ഇനിയും സമയം വേണം, ഇനിയും വെയിറ്റ് ചെയ്യാം എന്നുള്ളൊരു ഇത് പാടില്ല. അത് ചിലപ്പോൾ പെട്ടെന്നായിരിക്കും സംഭവിക്കുന്നത്, പക്ഷെ നിങ്ങൾ അതിന് തയ്യാറായിരിക്കണം. അത് ഡിവൈൻ യൂണിങ്ങിന്റെ ടൈമാണ്. ഇത് നിങ്ങളുടെ ഡെസ്റ്റിൻ പാർട്ട്ണറാണ്. കുറെ പേർക്ക് ഇത് നിങ്ങളുടെ ഡെസ്റ്റിൻ പാർട്ട്ണർ തന്നെയാണ് കേട്ടോ. അപ്പം അങ്ങനെ ഒരു സ്പെസിഫിക് മെസ്സേജ് കാണുന്നുണ്ട്. പിന്നെ അത് സിംഗിൾ ആയിട്ടുള്ളവർക്കാണ് സ്പെസിഫിക്കലി ആ മെസ്സേജ് ഉള്ളത്. ഇനി ബാക്കി കമ്മിറ്റഡ് ആയിട്ടുള്ളവരോട് എന്താ പറയണമെന്ന് വെച്ചാൽ, നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു, നിങ്ങൾ എത്രത്തോളം നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളെ കെയർ ചെയ്യുന്നു, അതാണ് നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളിലേക്ക് റെസിപ്രോക്കേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ മാക്സിമം ആ ഒരു സെൽഫ് ലവ് സെൽഫ് കെയറിൽ കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതാണെന്ന് പറയുന്നു. പിന്നെ റിലേഷൻഷിപ്പിൽ എപ്പോഴും കഴിഞ്ഞു പോയ കാലത്തിലെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നല്ല കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാൻ പറയുന്നു. നിങ്ങൾ മുന്നേ ഉണ്ടാക്കിയിട്ടുള്ള നിങ്ങളുടെ ഇടയിൽ വന്നിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ നിങ്ങൾ ആരെങ്കിലും ഒരാൾ വേദനിച്ച നിമിഷങ്ങളോ അല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള നല്ല നല്ല മൊമെന്റ്സ് അതിനെയാണ് ചെറിഷ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറയുന്നത്. അങ്ങനെ നല്ല മൊമെന്റ്സിനെ ചെറിഷ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ കുറേ കൂടെ സ്റ്റേബിൾ ആയിട്ട് ഈ റിലേഷൻഷിപ്പ് മാറും എന്നുള്ള ഒരു മെസ്സേജും കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ കുറെ പേർക്ക് ഇത് ഡിവൈൻ കൗണ്ടർ പാർട്ട് തന്നെയാണ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ഹാപ്പനിങ് ഫാസ്റ്റർ. അവര് ഡെഫിനറ്റ്ലി ആ ഒരു 3D റിയാലിറ്റിയിൽ നിങ്ങളുടെ ഇടയിൽ ആ ഫസ്റ്റ് കമ്മ്യൂണിക്കേഷൻ സംഭവിക്കുന്നുണ്ട് ഡെഫിനറ്റ്ലി. ഓക്കെ, അത് തന്നെ. പക്ഷെ ഇത് ഒട്ടും എക്സ്പെക്റ്റഡ് ആയിരിക്കില്ല. പക്ഷെ അതാണ് സ്റ്റാർട്ടിങ് പോയിന്റ്. ഓക്കെ, ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് എൻ്റർ ചെയ്യുന്നുണ്ട്. ദ വെരി സ്റ്റാർട്ടിങ് പോയിന്റ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്. അതിനെ എംബ്രേസ് ചെയ്യുക. ഓക്കെ, എംബ്രേസ് ചെയ്യുക, മുന്നോട്ട് പോവുക. ആ ന്യൂ ചാപ്റ്റർ ഇത് നിങ്ങൾക്ക് ഡിവൈൻ ടൈമിങ്ങിൽ ഡിവൈൻ പ്ലാൻ അനുസരിച്ച് സംഭവിക്കുന്നതാണ്. നിങ്ങൾ അതിന് തയ്യാറാണെങ്കിലും അല്ലെങ്കിലും അതിന് 2 കൈ നീട്ടി സ്വീകരിക്കുക, മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള ഏക ഓപ്ഷൻ. ഇത്രയുമാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് മൈ ഡിയർ ഗ്രൂപ്പ് 1. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചെന്ന് വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കമന്റ് സെക്ഷനിലും നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുമെന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് വളരെ നല്ലൊരു ജൂൺ 2026 ആശംസിക്കുന്നു. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 2, നിങ്ങൾ തമ്മിലത്തെ രണ്ടാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പോൾ ജൂൺ 2026 മികച്ചതാക്കുന്നതിന് നിങ്ങൾക്കുള്ള മാർഗനിർദ്ദേശങ്ങളാണ് നമ്മൾ നോക്കുന്നത്. Clarify the 5 of Pentacles. ഓക്കെ, നിങ്ങൾക്ക് ജൂൺ മാസത്തിൽ ഒരുപാട് മാറ്റങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരുപാട് ട്രാൻസ്ഫോർമേഷൻസ്. ഓക്കെ, കുറെ കാര്യങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും, പുതിയ കാര്യങ്ങൾ നിങ്ങൾ എംബ്രേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഒരുപാട് ഇമോഷണലി ഫുൾഫില്ലിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇമോഷണലി ഫുൾഫില്ലിംഗ് ആയിട്ടുള്ള ന്യൂ ചാപ്റ്റർ നിങ്ങളുടെ ലൈഫിൽ വരുന്ന, നിങ്ങൾ പുതിയ ഘട്ടത്തിലേക്ക് കടക്കുന്ന ഒരു മാസമാണ് ജൂൺ മാസം എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു മൊമെന്റിലും ഞാൻ ഒറ്റയ്ക്കാണ്, ഇതെല്ലാം ഞാൻ ഒറ്റയ്ക്കാണ് ഹാൻഡിൽ ചെയ്യുന്നത്, എനിക്ക് ആരുമില്ല ഒരു സപ്പോർട്ടിന് എന്ന് വിചാരിക്കരുത്. നിങ്ങൾക്ക് എപ്പോഴും യൂണിവേഴ്സിന്റെ സപ്പോർട്ട് ഉണ്ട്. നിങ്ങൾ എപ്പോഴും ഡിവൈൻലി ഗൈഡഡ് ആണ്, ഡിവൈൻലി പ്രൊട്ടക്റ്റഡ് ആണ്, ഡിവൈൻലി സപ്പോർട്ടഡ് ആണ്. ഓക്കെ, അതെപ്പോഴും മനസ്സിലാക്കുക. നിങ്ങൾ അത് സ്വയം അഫേം ചെയ്യണം. ഐ എം ഡിവൈൻലി ഗൈഡഡ്, ഡിവൈൻലി സപ്പോർട്ടഡ്, ഐ എം ഡിവൈൻലി പ്രൊട്ടക്റ്റഡ്. ഇതെപ്പോഴും നിങ്ങൾ സ്വയം അഫേം ചെയ്യണം എന്ന് പറയുന്നു. ഓക്കെ, അത് നിങ്ങളുടെ ഉള്ളിൽ ഉറക്കേണ്ട ഒരു വിശ്വാസമാണ്. മനസ്സിലായോ? അതുകൊണ്ടാണ് നിങ്ങളോട് അത് അഫേം ചെയ്യാൻ പറയുന്നത്. പിന്നെ നിങ്ങളോട് പറഞ്ഞു വെക്കാണ് എന്തൊക്കെ മാറ്റമാണോ ജൂൺ മാസത്തിൽ സംഭവിക്കുന്നത്, എന്തൊക്കെ എൻഡിങ്സ്, എന്തൊക്കെ ന്യൂ ബിഗിനിങ്സ് സംഭവിക്കുന്നുണ്ടോ, ഇതെല്ലാം ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾ എനർജറ്റിക്കലി റെഡിയാണ്. വേറൊരു രീതിയിൽ പറഞ്ഞാല്, നിങ്ങൾ ഇപ്പോൾ എനർജറ്റിക്കലി റെഡി ആയിട്ടുള്ള, നിങ്ങളോട് എനർജറ്റിക്കലി അലൈൻഡ് ആയിട്ടുള്ള മാറ്റങ്ങളാണ് ജൂൺ മാസത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരാൻ പോകുന്നത്.
ഓക്കെ, അപ്പോൾ അത് ചിലപ്പോൾ നിങ്ങൾക്ക് കോൺഷ്യസ്ലി നിങ്ങൾക്ക് തോന്നുന്നു ഞാൻ ഇതിന് റെഡി അല്ല എന്നൊക്കെ തോന്നുമായിരിക്കും. പക്ഷെ നിങ്ങൾ അതിന് റെഡിയാണ്, നിങ്ങൾ എനർജറ്റിക്കലി റെഡിയാണ്, അതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന ബോധ്യം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകണം. അപ്പൊ അങ്ങനെ തോന്നിയാൽ തന്നെ നിങ്ങൾ സ്വയം തിരുത്തണം. മനസ്സിലായോ? റെഡി അല്ല എന്ന് തോന്നിയാൽ നിങ്ങൾ സ്വയം തിരുത്തണം. നിങ്ങൾ പറയേണ്ടത് എന്താണ്? നിങ്ങൾ എന്താണ് പറയേണ്ടത്? അല്ല, ഞാൻ എനർജറ്റിക്കലി അലൈൻഡ് ആണ്, അതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ സ്വയം തിരുത്തണം. ഓക്കെ, നിങ്ങൾക്ക് ജൂൺ മാസത്തില് നിങ്ങൾക്ക് പല പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ട് വരുന്നതായിട്ട് കാണുന്നു. എന്താ പറയുക, ചില കാര്യങ്ങൾ നിങ്ങൾ ഇനീഷ്യേറ്റ് ചെയ്യേണ്ടതായിട്ടൊക്കെ കാണുന്നുണ്ട്. അവിടെയെല്ലാം നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഇൻറ്റ്യൂഷനെയാണ്. നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ഫോക്കസ് ചെയ്തിട്ട്, ആ ഡിവൈൻലി ഗൈഡൻസ് ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾ ആക്ഷൻസ് എടുക്കുമ്പോൾ, നിങ്ങൾ ഡിസിഷൻസ് എടുക്കുമ്പോൾ അത് ഏറ്റവും റൈറ്റ് ഡിസിഷൻ ആയിരിക്കും, പെർഫെക്റ്റ് ആക്ഷൻ ആയിരിക്കും. നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ അതിലൂടെ ഉണ്ടാകുന്നതാണ്. നിങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ അതിലൂടെ സംഭവിക്കുന്നതാണ്. അപ്പൊ നിങ്ങളുടെ പവർഫുൾ ടൂൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ആണ്. ആ ഇൻറ്റ്യൂഷനെ തന്നെ എന്ത് ചെയ്യുക? ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ, ഇൻറ്റ്യൂഷൻ നൽകുന്ന ഗൈഡൻസ്, ഇൻറ്റ്യൂഷൻ പറയുന്ന ചോയ്സ്, അത് കോൺഫിഡൻ്റ്ലി അത് ചൂസ് ചെയ്ത് ആ ആക്ഷൻ എടുത്തുകൊണ്ട് ആ ഗൈഡൻസ് ഫോളോ ചെയ്ത് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കണം. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ വരാനിരിക്കുന്ന കാര്യങ്ങൾ, അതായത് ഓരോ ദിവസവും നിങ്ങളുടെ ഫ്യൂച്ചർ, ഓക്കെ, അപ്പൊ നിങ്ങളുടെ ജൂൺ മാസത്തിൽ നിങ്ങളായിരിക്കുമ്പോൾ കമ്മിങ് ഡേയ്സിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏറ്റവും പോസിറ്റീവായിട്ട് ബെസ്റ്റ് കേസ് സിനാരിയോ ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക. എത്രത്തോളം പോസിറ്റീവും ഒപ്റ്റിമിസ്റ്റിക്കും ആയിട്ടാണോ നിങ്ങളുടെ ഫ്യൂച്ചറിനെ നിങ്ങൾ കാണുന്നത്? ഓക്കെ, പ്രസന്റ് മൊമെന്റിലുള്ള കാര്യങ്ങളെ നിങ്ങൾ എത്രത്തോളം അപ്രീഷിയേറ്റ് ചെയ്ത് അതിനോട് എത്രത്തോളം ഗ്രേറ്റ്ഫുൾ ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടോ, നിങ്ങൾക്ക് അതനുസരിച്ച് പ്രോഗ്രസ് എക്സ്പീരിയൻസ് ചെയ്യാൻ ജൂൺ മാസത്തിൽ സാധിക്കും. മാത്രമല്ല, നിങ്ങളോട് പറയുന്നു ഫോക്കസ്ഡ് ആയിരിക്കുക. നിങ്ങളുടെ ഗോൾസ് എന്താണോ നിങ്ങളുടെ ഗോൾ അപ്പം മുന്നിലുള്ളത്, നിങ്ങൾ ഏറ്റവും പ്രയോറിറ്റി കൊടുത്തിട്ടുള്ള ഒരു ലക്ഷ്യം ഉണ്ടാകുമല്ലോ, അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? പ്രവർത്തിക്കണം. അതിൽ ഒരു തരത്തിലുള്ള ഡിലേ ഉണ്ടാവാൻ പാടില്ല, ലേസിനെസ് ഉണ്ടാകാൻ പാടില്ല. പിന്നെ അതിനുവേണ്ടി ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി പ്രവർത്തിക്കുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ആ ശുഭാപ്തി വിശ്വാസം ഉണ്ടാവണം, ആ പ്രതീക്ഷയാണ് ഉണ്ടാവേണ്ടത്. ഓക്കെ, ഈ രണ്ട് എനർജിയാണ് നിൽക്കേണ്ടത്. ഈ എനർജിയിൽ നിന്നുകൊണ്ടാണ് നിങ്ങളുടെ ഗോൾസിന് വേണ്ടി, നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കേണ്ടത്. പൊതുവേ നിങ്ങളുടെ റെസ്റ്റ് ഓഫ് ദ മന്ത്, നിങ്ങൾ ഏതൊരു പോയിന്റിൽ ജൂണിൽ നിൽക്കുന്നു, റെസ്റ്റ് ഓഫ് ദ മന്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ ചിന്തിക്കുക. ഏറ്റവും ബെസ്റ്റ് കേസ് സിനാരിയോസ് മാത്രം നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുന്ന, ബെസ്റ്റ് കേസ് സിനാരിയോസ് മാത്രം നെറേറ്റ് ചെയ്യുന്ന, അതിൽ മാത്രം വിശ്വസിക്കുന്ന ഒരു മാസമായിരിക്കണം നിങ്ങളുടെ ജൂൺ മാസം. നിങ്ങൾ അതൊന്നൊരു പരീക്ഷണം എന്ന രീതിയിൽ ചെയ്തു നോക്കൂ. ഓക്കെ, ഏതൊരു കാര്യത്തിനെ കുറിച്ചും ബെസ്റ്റ് കേസ് സിനാരിയോ അത് ചിന്തിക്കുക, അങ്ങനെയായിരിക്കും സംഭവിക്കുക എന്ന് നിങ്ങൾ സ്വയം പറയാം. ഓക്കെ, അങ്ങനെ നിങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോകുക. ഉറപ്പ് ഞാൻ പറയുന്നു, നിങ്ങൾ ജൂൺ മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് നല്ല മൊമെന്റ്സ്, ഒരുപാട് എന്താ പറയുക ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് നിങ്ങളുടെ ഈ ജൂൺ മാസത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകും, ഉറപ്പാണ്. കാരണം നിങ്ങൾ ആ എനർജീനെയാണ് നിങ്ങൾ എപ്പോഴും അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരിക. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെന്റ് ഒന്ന് ചെയ്തു നോക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് മൈ ഡിയർ ഗ്രൂപ്പ് 2. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്നെങ്കിലും കമന്റ് സെക്ഷനിൽ അറിയിക്കുക. ഒരു കാര്യം കൂടെ പറയട്ടെ, യാത്രകൾ ചെയ്യാൻ എന്തെങ്കിലും അവസരങ്ങൾ നിങ്ങൾക്ക് ജൂൺ മാസത്തിൽ കിട്ടുമ്പോൾ അത് സ്വീകരിക്കണം. ആ യാത്രകൾ നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ പ്രോഗ്രസ്, ഓക്കെ, കൂടുതൽ ഫോർവേഡ് മൊമെന്റ് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതാണ്, പുരോഗതി കൊണ്ടുവരുന്നതാണ്. ആ യാത്രകൾക്ക് നിങ്ങൾ എത്ര തയ്യാറെല്ലാം തോന്നിയാലും നിങ്ങൾ അതിന് യെസ് പറയണം. ആ ഓപ്പർച്യൂണിറ്റി സ്വീകരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണം. ഓക്കെ, കോൺഫിഡൻ്റ് ആയിട്ട് ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് ആ ഓപ്പർച്യൂണിറ്റി സ്വീകരിച്ച് മുന്നോട്ട് പോകുക. അത് നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിഷ്യൽ ആയിരിക്കും, ഗുണകരമായിരിക്കും. നിങ്ങൾക്ക് വളരെ നല്ലൊരു ജൂൺ 2026 ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. മറ്റൊരു റീഡിങ്ങിലൂടെ വീണ്ടും കണ്ടുമുട്ടാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ഹലോ, നമസ്കാരം. ഗ്രൂപ്പ് 3, നിങ്ങൾ തമ്മിലത്തെ മൂന്നാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. അപ്പൊ നമുക്ക് നോക്കാം. ജൂൺ 2026 മികച്ചതാക്കുന്നതിന് ഗ്രൂപ്പ് 3യിലുള്ള കളക്റ്റീവ്സിനുള്ള മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, ക്ലാരിഫൈ ദ എംപ്രസ്.
ഓക്കെ, ഞാൻ കേൾക്കുന്നത് ജസ്റ്റിസ് വിൽ ബി സെർവ്ഡ് എന്നാണ്. അപ്പൊ നിങ്ങളോട് എന്താ പറയണെന്ന് വെച്ചാൽ ഡിവൈൻ ഫെമിനിൻ എനർജിയിലായിരിക്കുക, ഒന്നിനെയും ചേസ് ചെയ്യണ്ട. ഈവൻ ദ ജസ്റ്റിസ് ദാറ്റ് യു ഡിസേർവ്, നിങ്ങൾക്ക് ഡിസേർവ് ചെയ്യുന്ന ഒരു ജസ്റ്റിസ് ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അതുപോലെ ഒരു അനീതി എന്തെങ്കിലും നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കണം. അപ്പൊ നിങ്ങൾക്ക് അറിയാം അവിടെ നിങ്ങൾ ജസ്റ്റിസ് ഡിസേർവ് ചെയ്യുന്നു, ആ നീതി യൂണിവേഴ്സ് നടപ്പാക്കേണ്ടതാണ്, നിങ്ങൾക്ക് അറിയാം. അത് നടക്കേണ്ട ഒരു സമയമുണ്ട്, റൈറ്റ് ടൈം. ആ റൈറ്റ് ടൈമിൽ തന്നെ അത് സംഭവിക്കുമെന്ന് മനസ്സിലാക്കുക. ബി ഇൻ ദ ഡിവൈൻ ഫെമിനിൻ എനർജി. നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ആഗ്രഹങ്ങളെ ചേസ് ചെയ്യാതെ, നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് അറിയാം, അതിനെ ചേസ് ചെയ്യാതെ അതിനോട് അലൈൻഡ് ആകുന്നതിന് വേണ്ടി മാത്രം ശ്രമിച്ചുകൊണ്ട്, അതിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നു, എത്രത്തോളം ആ ഒരു സെൽഫ് കെയർ, സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകുന്നു, ആ ഡിവൈൻ ഫെമിനിൻ എനർജിയിലായിരിക്കുന്നു, നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള പല യാതനകൾക്കും പല വേദനകൾക്കും യൂണിവേഴ്സ് ന്യായം, നീതി ഈ ജൂൺ മാസത്തിൽ തന്നെ നടപ്പാക്കുന്നതാണ്. കണ്ടീഷൻ ഉണ്ട്, എന്ത്? നിങ്ങൾ എംപറസ് എനർജിയിൽ ആയിരിക്കണം. ഓക്കെ, ആ വിശ്വാസം ഉണ്ടാകണം എപ്പോഴും. എന്ത്? നിങ്ങൾ അനുഭവിച്ചിട്ടുള്ളതിനെല്ലാം നീതി യൂണിവേഴ്സ് കൊണ്ടുവന്നിരിക്കും, അവിടെ ന്യായം യൂണിവേഴ്സ് നടപ്പാക്കിയിരിക്കും. നിങ്ങൾക്ക് അനീതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ അത് യൂണിവേഴ്സ് കണ്ടില്ല എന്ന് വെക്കില്ല എന്ന്. ഓക്കെ, ക്ലാരിഫൈ ദ ക്വീൻ ഓഫ് സോർഡ്സ്. Clarify the Ace of Wheels. Okay, നിങ്ങളുടെ മനസ്സിൽ പലതരത്തിലുള്ള നെഗറ്റീവ് തോട്ട്സ്, നിങ്ങളുടെ ഉള്ളിലുള്ള ലക്ഷ്യത്തിനെയുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ ഒരു സ്റ്റേബിൾ സെക്യൂർ ലൈഫ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏരിയയിൽ നിങ്ങളുടെ ലൈഫിൽ സ്റ്റെബിലിറ്റി ആഗ്രഹിക്കുന്നുണ്ട്, സെക്യൂരിറ്റി ആഗ്രഹിക്കുന്നുണ്ട്, അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ടായിരിക്കാം, അതിനായിട്ട് നിങ്ങൾ ആക്ഷൻസ് എടുക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം പോസിറ്റീവ് തോട്ട്സ്, ഓക്കെ, ഹൈ വൈബ്രേഷണൽ തോട്ട്സ് ആണ് ഈ ഒരു കാര്യത്തെ സംബന്ധിച്ച് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകാൻ പാടുള്ളൂ. അത് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ട കാര്യമാണ്. നിങ്ങളിവിടെ ഹെൽത്തി ബൗണ്ടറി എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത് നെഗറ്റീവ് തോട്ട്സിനാണ്. അനാവശ്യമായിട്ടുള്ള തോട്ട്സ്, ഓക്കെ, നെഗറ്റീവ് തോട്ട്സ്, ലോ വൈബ്രേഷണൽ തോട്ട്സിനെ യാതൊരു കാരണവശാലും എൻകറേജ് ചെയ്യില്ല എന്ന ഒരു എന്താ പറയുക, അത്തരത്തിലുള്ള ചിന്തകൾ മാത്രമല്ല സംസാരങ്ങൾ, ഓക്കെ, ഈ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട അത്തരത്തിലുള്ള സംസാരങ്ങൾ, അത്തരത്തിലുള്ള ചിന്തകൾ പ്രോത്സാഹിപ്പിക്കില്ല, അത് ചെയ്യില്ല എന്ന് സ്വയം നിങ്ങൾ ഒരു പ്രതിജ്ഞ എടുക്കേണ്ട ഒരു മാസമാണ് ജൂൺ 2026. മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യാം, പോസിറ്റീവായിട്ടുള്ള തോട്ട്സിനെ മാത്രം പ്രൊമോട്ട് ചെയ്യുക, പോസിറ്റീവായിട്ട് സംസാരിക്കുക, ഓക്കെ, ഒരു ഫെയ്ത്ത്ഫുള്ളി ഹോപ്പ്ഫുള്ളി സംസാരിക്കുക. അങ്ങനെ ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടത് ഈ നെഗറ്റീവ് തോട്ട്സിനാണ്. നെഗറ്റീവ് ആയിട്ടുള്ള ലോ വൈബ്രേഷൻ ആയിട്ടുള്ള തോട്ട് പാറ്റേൺസിലാണ് നിങ്ങൾ ഹെൽത്തി ബൗണ്ടറീസ് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ തന്നെ റിയാക്ഷൻസ്, ഓക്കെ, നിങ്ങളുടെ പ്രത്യേകിച്ച് ഈ ഒരു സ്റ്റെബിലിറ്റി സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അവിടെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള റിയാക്ഷൻസ് അല്ല നിങ്ങൾക്ക് ഉണ്ടാകും. നിങ്ങൾ ഉറപ്പുവരുത്തണം നിങ്ങൾ എപ്പോഴും ഒരു ഹോപ്പ്ഫുൾ സ്റ്റേജിലാണ്, എപ്പോഴും പ്രതീക്ഷയോടാണ് ആ ഒരു കാര്യത്തിനെ സംബന്ധിച്ച് നിങ്ങൾ ഇരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, ആത്മവിശ്വാസം ധൈര്യവും കൈവിടാൻ പാടില്ല എന്ന് പറയുന്നു. കാരണം നിങ്ങൾ ധൈര്യത്തോടെ ആത്മവിശ്വാസത്തോടെ നിങ്ങളുടെ ലക്ഷ്യത്തിനായിട്ട് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക, അത് നിങ്ങൾ എന്തായാലും നേടിയിരിക്കും. ഓക്കെ, ഒരുപാട് കാലമൊന്നും നിങ്ങൾ അതിനായിട്ട് കാത്തിരിക്കേണ്ടി വരില്ല എന്നും കൂടെ ഞാൻ കേൾക്കുന്നു. Clarify the Eight of Wheels. ഓക്കെ, നിങ്ങളിലുള്ള ചില ഇൻസെക്യൂരിറ്റീസ്, നിങ്ങളുടെ ഉള്ളിലുള്ള ചില തെറ്റായിട്ടുള്ള ധാരണകൾ, ഓക്കെ, നിങ്ങൾ അതിനെ മറികടക്കാനായിട്ട് നിങ്ങൾ ഓൾറെഡി ചിലപ്പോൾ എഫേർട്ട് എടുക്കുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ജൂൺ മാസത്തിൽ അതിന് എഫേർട്ട് സ്പെസിഫിക്കലി എടുക്കണം എന്ന് പറയുന്നത് ചില നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള നിങ്ങൾ പോലും അറിയാതെ ചില ഇൻസെക്യൂരിറ്റീസിനെ കുറിച്ച് നിങ്ങൾക്കൊരു തിരിച്ചറിവ് ഉണ്ടാകുന്നത് ജൂൺ മാസത്തിലാണ്. അപ്പോൾ ആ തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ അതിനെ റിലീസ് ചെയ്യുന്നതിന് വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. കാരണം നിങ്ങളുടെ ലൈഫിൽ ഒരു ഷിഫ്റ്റ് ഡെഫിനറ്റ്ലി സംഭവിക്കുന്നുണ്ട് ജൂൺ മാസത്തിൽ. ഓക്കെ, ഒരു ഡെഫിനറ്റ് ഷിഫ്റ്റ് അവിടെ ഉണ്ടാകുന്നുണ്ട്. ആ ഷിഫ്റ്റ് സംഭവിക്കുമ്പോൾ ഈ ഇൻസെക്യൂരിറ്റീസ് അവിടെ പ്രസന്റ് ആണെങ്കിൽ, ഓക്കെ, അതിന്റെ സക്സസ് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ ആ ഷിഫ്റ്റ് നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതെ അത് നിങ്ങൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ നിങ്ങൾ കുറേയും കൂടെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസിലൂടെയും കടന്നു പോവാം. ഓക്കെ, നിങ്ങൾക്ക് ഈ ഇൻസെക്യൂരിറ്റീസ് ഇല്ലെങ്കിൽ നിങ്ങൾ ഈസിലി ആൻഡ് എഫേർട്ട്ലെസ്ലി അതിലൂടെ കടന്നു പോകും, ഡെഫിനറ്റ്ലി കടന്നു പോകും. അപ്പോൾ അത് വാവ് അപ്പോൾ അത് കടന്ന് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഒരു സ്പെസിഫിക് ഏരിയയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഓക്കെ, ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ഇമോഷൻസ്. ഞാൻ ക്ലൂസ് മാത്രമേ തരുള്ളൂ.
എന്തുകൊണ്ടോ എന്നോട് അത് സ്പെസിഫിക് ആയി പറയരുത് എന്ന് പറയുന്നു. അപ്പോൾ വാട്ട് എവർ ഇൻസെക്യൂരിറ്റീസ് യു ഹാവ്, നിങ്ങൾക്ക് എന്തൊക്കെ ഇൻസെക്യൂരിറ്റീസ് ആണ് ഉള്ളത് ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് നിങ്ങളുടെ എക്സ്റ്റേണൽ അപ്പിയറൻസിൽ, ഓക്കെ, നിങ്ങളുടെ പേഴ്സണാലിറ്റി, നിങ്ങളുടെ എക്സ്റ്റേണൽ അപ്പിയറൻസ്, എന്തിലെങ്കിലും നിങ്ങൾക്കൊരു ഇൻസെക്യൂരിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കുക. ഇൻസെക്യൂരിറ്റീനെ മാറ്റിയെടുക്കുക. നിങ്ങൾ മാറരുത്. നിങ്ങളുടെ ഒതന്റിക് സെൽഫിൽ തന്നെ നിങ്ങൾ നിൽക്കണം. നിങ്ങളുടെ ഇൻസെക്യൂരിറ്റീനെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളോട് പ്രയത്നിക്കാൻ പറയണു. നിങ്ങൾ എത്രത്തോളം ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു ഹീലിംഗ് പ്രാക്ടീസിൽ, സ്പെസിഫിക്കലി നിങ്ങളുടെ ഇൻസെക്യൂരിറ്റീസിൽ നിന്ന് രക്ഷ നേടുന്നതിന്, അതിൽ നിന്ന് പുറത്തു കടക്കുന്നതിന് വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുന്നു, അത്രത്തോളം ഈസിലി ഈ ഒരു സ്പെസിഫിക് ചാപ്റ്റർ, ഓക്കെ, ഈ ഒരു സഡൻ ഷിഫ്റ്റ് സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് അതിലൂടെ കടന്നു പോകാനായിട്ട് സാധിക്കും. ദിസ് ഇസ് വെരി മച്ച് കണക്റ്റഡ് ടു ഇമോഷൻസ്. ഓക്കെ, ഇത് ഇമോഷൻസിൽ ഒരുപാട് ഇൻവോൾവ്മെന്റ് ഉള്ള ഒരു കാര്യമാണ്. ചിലവർക്ക് ഇത് കംപ്ലീറ്റ്ലി ന്യൂ എക്സ്പീരിയൻസ് ആയിരിക്കും. അത് സംഭവിക്കുന്നത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ന്യൂ എക്സ്പീരിയൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് സംഭവിക്കുന്നത് ഒട്ടും പ്രതീക്ഷിക്കാത്ത നേരത്തും പ്രതീക്ഷിക്കാത്ത സമയത്തും ഒക്കെയാണ്. അപ്പം അതിനെ ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. അത് എന്താ സംഭവിക്കാന്ന് വെച്ചാല്, ഈ ഇൻസെക്യൂരിറ്റീസിനെ ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ ഇത് സംഭവിക്കില്ല എന്നല്ല, അങ്ങനെയല്ല. ഓക്കെ, ഈ ഷിഫ്റ്റ് എന്തായാലും സംഭവിച്ചിരിക്കും. എന്തായാലും ഈ ഷിഫ്റ്റ് ഉണ്ടാവും ലൈഫിൽ. ഓക്കെ, അത് നിങ്ങളുടെ ഇൻസെക്യൂരിറ്റീസ് ഒക്കെ നിങ്ങൾ വെൽ ഹാൻഡിൽഡ് ആണ്, നിങ്ങൾ അത് കൃത്യമായി അത് ഡീൽ ചെയ്യുന്നുണ്ട്, അതിനു വേണ്ടി നിങ്ങൾ അതിൽ നിന്ന് മറികടക്കുന്നതിന് വേണ്ടി നിങ്ങൾ പ്രയത്നിക്കുന്നുണ്ടെങ്കിൽ ഈ ഷിഫ്റ്റ് നിങ്ങൾക്ക് കുറേയും കൂടെ എളുപ്പത്തിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അത് വളരെ ചാലഞ്ചിങ് ആവും. അതാണ് ഉദ്ദേശിച്ചത്. ഈ ടവർ മൊമെന്റ് സംഭവിച്ചിരിക്കും, അതിൽ യാതൊരു സംശയവും വേണ്ട. ഓക്കെ, അതിന് യാതൊരു സംശയവും വേണ്ട. കാരണം ഇത് ഡിവൈൻ ടൈമിങ്ങിൽ നടക്കുന്നതാണ്, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ നടക്കേണ്ട സമയം ഉണ്ട്, നടക്കേണ്ട സമയത്താണ് നടക്കുന്നത്. ഓക്കെ, ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് മൈ ഡിയർ ഗ്രൂപ്പ് 3. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ഈ ഒരു വിഷയത്തിൽ ലഭിച്ചു എന്ന് വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് സെക്ഷനിൽ അറിയിക്കാം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കമന്റ് സെക്ഷനിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാം നന്മകളും നേർന്നുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു.